തെലങ്കാനയിലെ കെമിക്കൽ പ്ലാന്റിൽ വലിയ പൊട്ടിത്തെറി സംഭവിച്ചു. 10 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്ലാന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫ്, വലിയ അപകടം, 10 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ അപകടം എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ തീ അണയ്ക്കൽ ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു? എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? സേതുലക്ഷ്മി, ഇന്ന് രാവിലെ ആയിരുന്നു സിഗാച്ചി കെമിക്കൽസ് എന്ന് പറയുന്ന തെലങ്കാനയിലെ സിഗലിപ്പാലയത്തിലുള്ള കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനം ഉണ്ടാകുന്നത്. അതിഭയാനകമായ സ്ഫോടനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് മരണ വാർത്തകൾ പുറത്തു വരുന്നത്. അവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 10 പേര് മരിച്ചതായും നിരവധി പേർക്ക് പരിക്കുള്ളതുമായാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ ഇതിൽ നമ്മൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് ഈ പൊട്ടിത്തെറിയിൽ നിരവധി ആൾക്കാർ ഉണ്ടായിരുന്നതായും ഇതിൽ 100 മീറ്റർ ഉയരത്തിൽ അവിടുത്തെ തൊഴിലാളികൾ സ്ഫോടനത്തിൽ പറന്നുയർന്നു എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ഫോടന സമയത്ത് 35-ലധികം തൊഴിലാളികളാണ് പ്ലാന്റിൽ ഉണ്ടായതെന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരത്തിൽ പറയുന്നുണ്ട്. കൂടാതെ ഇവർ അന്യ സംസ്ഥാന തൊഴിലാളികളായിരുന്നു. ഒഡീഷ, ഉത്തർപ്രദേശ് അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇപ്പോൾ പരിക്കേറ്റവരിൽ ഉള്ളത്. കൂടാതെ ഇപ്പോൾ നിലവിൽ അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സേതുലക്ഷ്മി. ശരി, ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.